സർ നമസ്കാരം സർ. ഇപ്പോൾ നമുക്കറിയാം മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ എത്രത്തോളം ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സർ? മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മുന്നൊരുക്കവും നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 370ഓളം ക്യാമ്പുകൾ റെഡിയാണ്. അതിലെ ക്യാമ്പ് ഓഫീസർമാരെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്ട് 47 കഴിഞ്ഞു, എണ്ണം കഴിഞ്ഞു. അതിലും കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ രാത്രി കൊണ്ടൊക്കെ ഇനിയും കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കുട്ടനാട്ടിലൊരു പ്രത്യേകത, മറ്റു സ്ഥലങ്ങളില്ലാത്തൊരു പ്രത്യേകത, അവിടെ ഈ എന്താണ് പറയുന്ന ഒരു ഉയരം കൂടിയ പ്രദേശത്ത് ഫുഡ് പാകം ചെയ്ത് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രത്യേകതയും കൂടെ കുട്ടനാട്ടുണ്ട്. അതിന്റെ എണ്ണം കൂടാതെയാണ് ഞാൻ പറഞ്ഞത്. ക്യാമ്പായിട്ട് തന്നെ ആണ്ട് 47 കഴിഞ്ഞു. അതിൽ കൂടുതൽ എന്തായാലും വരും. നമ്മൾ 370 എണ്ണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് നടത്തിയിട്ടുണ്ട് ടോട്ടൽ ജില്ലയിലാകെ. ഇപ്പോൾ നമുക്കറിയാം ഈ പെട്ടെന്ന് ഉണ്ടായൊരു സാഹചര്യമാണ്. അപ്പോൾ അതിനായിട്ട് മുൻപേ മുന്നൊരുക്കങ്ങൾ ചെയ്തിരുന്നോ അതോ തുടങ്ങിയതിന് ശേഷമാണോ പെട്ടെന്ന്, എങ്ങനെയായിരുന്നു സാർ അത്? ഇല്ല, ആലപ്പുഴയിൽ നമ്മൾ കൃത്യമായൊരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഇത്തവണ സർവൈവ് ചെയ്തത്. കാരണം കുട്ടനാടാണ് ഏറ്റവും വലിയ കെടുതികൾ ഉണ്ടാകാറുള്ളത്. പക്ഷെ ഇത്തവണ കുട്ടനാട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കെടുതികൾ അങ്ങനെ കാര്യമായി ഉണ്ടായില്ല. അപ്പോൾ വെള്ളം ഇപ്പം ഏത് സമീപ ജില്ലകളിലെല്ലാം വെള്ളം വരുന്നത് അവസാനം കുട്ടനാടാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ പ്രധാനമായും ഇത് കടലിലേക്ക് പോകുന്ന തോട്ടപ്പള്ളി സ്പിൽവേ പോലെയുള്ള സ്ഥലങ്ങളിലെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഷട്ടറുകളെല്ലാം നമ്മൾ നേരത്തെ റിപ്പയർ ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 40 ഷട്ടറിൽ 39 വർക്കിംഗ് ആയിരുന്നു. 39 ഞങ്ങൾ റെഗുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. സ്പിൽവേയിലെ നീരൊഴുക്ക് കൃത്യമായിട്ട് നോക്കിക്കൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ നേരത്തെ തന്നെ സ്പിൽവേയിൽ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവസാന സമയത്തായപ്പോഴത്തേക്കും ഞങ്ങൾ എണ്ണം കൂട്ടി 20, 30, 34, 36, തലേ ദിവസം 39 ഓപ്പൺ ചെയ്തു. അതുകൊണ്ട് അവിടെ നീരൊഴുക്ക് പ്രശ്നം വന്നില്ല. ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ അന്ന് രാത്രി പൊഴിയും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പൊഴിയിൽ 100 മീറ്ററോളം ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾ രാത്രിയിൽ തന്നെ വലിയ പ്രൊക്ലൈം ഒക്കെ കൂടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിലുണ്ടായിരുന്നു. അപ്പം എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വീണ്ടും പൊഴി പൊട്ടിക്കണമെങ്കിലും ഒക്കിപ്പിടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രശ്നം വന്നില്ല. മറ്റ് ഷട്ടറുകളിലും അന്ധകാരനഴി ഉൾപ്പെടെയുള്ള ഷട്ടറുകളിലും ഫുൾ 4 ഷട്ടറും തുറന്നു. അവിടെ ഞാൻ പോയിട്ടുണ്ട്. ഇതെല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞാനും പോയിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അവിടെയും പൊഴി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നീരൊഴുക്ക് കുട്ടനാട്ടിൽ നിൽക്കാതെ നേരത്തെ തന്നെ റെഗുലേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ വലിയ കുഴപ്പമില്ലാതെ വിജയിച്ചു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. സാർ, ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ യഥാർത്ഥ വാർത്തകളിലൂടെ പോകുമ്പോൾ തന്നെ ഫേക്ക് ന്യൂസുകൾ ധാരാളം ഇറങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കെതിരെ എന്ത് നിയമ നടപടികൾ സ്വീകരിക്കാനാണ്? എനിക്ക് ഒന്ന്, നടപടി സ്വീകരിക്കുന്നതാണ്. രണ്ട്, നമ്മൾ ഏതൊരു ഉത്തരവാദിത്തത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾക്കും നമ്മളുടെ കൂടെയുള്ളവർക്കും സംഭവിക്കുന്ന, ഇപ്പം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോലും ചില വീടുകളിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. പെട്ടെന്ന് അവരെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുകയും അവരെ സേഫ് ആക്കുകയും ചെയ്യേണ്ടത് ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെത് ഉത്തരവാദിത്തമാണ്. ഞങ്ങളത് പൂർണ്ണമായി ഏറ്റെടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ കൂടെ ആവശ്യമാണ്. അപ്പം അതിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധം എല്ലാവരും കാണിക്കേണ്ടതാണ്. നമ്മൾ അറിഞ്ഞ് അവിടെ ഇവിടെയും കേട്ട ചെറിയ ഇൻഫർമേഷൻ ഒരു റീച്ചിന് വേണ്ടി എന്തെങ്കിലും ആൾക്കാരെ പാനിക്കാക്കുന്ന രീതിയിലേക്ക് കൊടുക്കാതിരിക്കുക. അത് ഞാൻ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ നല്ല റീച്ച് ഉള്ളതാണ്. അപ്പം അതിലൊരു ഉത്തരവാദിത്വ ബോധം കാണിക്കേണ്ടതാണ്. ഇനി അല്ലാതെ വളരെ എന്താണ് പറയുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ, അവരെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ഇൻഫർമേഷൻ വന്നാൽ തീർച്ചയായിട്ടും നടപടിയുണ്ടാവും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ എന്തെല്ലാം കരുതലോടെ ഇരിക്കണം, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരു മെസ്സേജ് സാറിന് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ മുന്നൊരുക്കങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞങ്ങൾ ഉറങ്ങാതിരുന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു ടീം സൺഡേ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും വർക്കിംഗ് ആയിരുന്നു. അത് നമ്മുടെ ജോലിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളത് കടമയായിട്ടാണ് എടുക്കുന്നത്. അതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് പറയാനുള്ളത്, ഇപ്പം എപ്പോഴും നമുക്ക് ഇൻഫർമേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പം അവിടെ ഡാമിൻ്റെ ചെറിയൊരു ഷട്ടർ തുറന്ന് അതിൽ എത്ര നീരൊഴുക്കുണ്ട്, അത് എത്ര സമയം കൊണ്ട് ഇവിടെ എത്തും, എത്ര വരെ ഉയരാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം നമ്മൾ ഈ ഇൻഫർമേഷൻ കൃത്യമായി ഡേറ്റ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി പറയുന്നത്, നമ്മളൊരു ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഒരു പ്രിക്കോഷൻ, നമ്മുടെ എല്ലാവരുടെയും ജീവൻ സ്വത്തും രക്ഷിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതിനെ അനുസരിക്കണം എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നമ്മൾ ചില ഏരിയയിലൊക്കെ ക്യാമ്പിലേക്ക് പോകണം. ഞാൻ അവരുടെ കുറ്റം പറഞ്ഞല്ല. നമ്മളാണെങ്കിലും ക്യാമ്പിലേക്ക് പോയാലുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ചില പ്രായോഗിക പ്രശ്നങ്ങൾ, അത് ഉൾക്കൊള്ളാനുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പണ്ട് ഇതിനു മുമ്പ് നമുക്ക് അങ്ങനത്തെ ചില അനുഭവങ്ങളുള്ളതാണ്. അപ്പം ക്യാമ്പിലേക്ക് മാറണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ തീർച്ചയായിട്ടും അനുസരിക്കണം. രണ്ട്, നമ്മൾ ഇതിനെ വളരെ ലൂസാക്കി
കൃത്യമായി ഈ പറഞ്ഞ എല്ലാ വിവരങ്ങളും നമ്മൾ അലേർട്ടുകളെല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്, അതുപോലെ മീഡിയയ്ക്കും കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു സമയത്ത് നമ്മളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, ഇതെല്ലാം പരിശോധിക്കണം എന്തൊക്കെയാണ്. അതുപോലെ വാട്ടർ വേയിലേക്ക് ലൂസായി നമ്മൾ ഇറങ്ങുകയും ആ സമയത്ത് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ വെള്ളക്കെട്ടുകളിൽ കളിക്കുന്നത് ഒഴിവാക്കുക, അത് കാണാൻ വരുന്നത് ഒഴിവാക്കുക. അങ്ങനെയൊക്കെയുള്ള നമ്മൾ മിനിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ക്യാമ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൂട്ടായാണ് അവിടെ ചെലവഴിക്കുന്നത്. ആ സമയത്ത് അത് ആ ഒരു സാഹചര്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരുമായിട്ടും ചേർന്ന് നിൽക്കണം. അതൊന്നും പക്ഷേ നമുക്ക് അങ്ങനെ കാര്യമായ ഇഷ്യൂസ് വരുന്നില്ല. ഞാൻ പറയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ പുലർത്തണം, മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പൊതുവിൽ നമ്മളോട് സഹകരിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. ഒഫീഷ്യൽ അല്ലാത്ത ആൾക്കാരും പൊതുവിൽ നമ്മളോട് സഹകരിക്കാറുണ്ട്.